ഉത്സവത്തിന് പിടിയാനെ എഴുന്നള്ളിക്കുള്ളൂ, കൊമ്പനാനെ എഴുന്നള്ളിക്കില്ല. പിന്നെ ചെത്തിയും തുളസിയും പുഷ്പങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുള്ളൂ. പിന്നെ പണ്ട് ആദ്യമൊക്കെ കാലത്തൊക്കെ ഇവിടെ ഒക്കെ കാടായിരുന്നു. അപ്പോൾ സ്ത്രീ ഈ കാട്ടിലേക്ക് ചവറ് മുറിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ അരിവാളിന് മൂർച്ച കൂട്ടാണ്ട് വന്നപ്പോൾ ഒരു കല്ല് കണ്ടു. ആ കല്ലുമ്മ അരിവാൾ ഇന്ന് ചോര വന്നു. അപ്പോൾ ചോര വന്നപ്പോൾ ആദ്യം ഞങ്ങളുടെ കുടുംബത്താണ് വന്നത്. ഞങ്ങൾ 3 ഇല്ലക്കാരാണ്, നാഗഞ്ചേരി, പട്ടശ്ശേരി, ഒറോഴിയം. അതിന് ഞങ്ങൾ 3 ഇല്ലക്കാരുടെ ഊരാണപ്പെട്ടായിരുന്നു അമ്പലം. ഇപ്പോൾ ദിവസം പോലും എടുത്തു. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കുടുംബത്താണ് വന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം ഒരു കാരണവർ, ഞങ്ങളുടെ കുടുംബത്തെ കാരണവർ വേഗം ഇവിടെ വന്ന് വിളക്കൊക്കെ കൊളുത്തി ശർക്കരേദ്യം കഴിച്ചു. അതാണ് ശർക്കരേദ്യമാണ് ഇവിടെ പ്രധാന വഴിപാട്. ശർക്കരേദ്യമാണ് ഇവിടെ പ്രധാന വഴിപാട്. പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇതുപോലെ പിന്നെ ഭഗവതിയുടെ ആൾക്കാരാണെന്നാണ് പറയണത്. 12 മണി കഴിഞ്ഞാൽ ഭഗവതി ആൾക്കാരെ നൃത്തങ്ങളൊക്കെ നടത്തുന്നതാണ് പറയുന്നത്. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും പ്രവേശനമൊന്നുമില്ല. പ്രധാന വിശേഷപ്പെട്ട പൂജകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൂജ ശർക്കരേദ്യമാണ് പ്രധാന വഴിപാട്. പിന്നെ വൈകുന്നേരം ഭഗവത് സേവ അത് പ്രധാന പൂജയാണ്. വഴിപാടുകളൊക്കെ പ്രത്യേക വഴിപാട് അത് കടും പായസം, കൂട്ടുപായസം, അതൊക്കെയാണ് പ്രധാന വഴിപാട്. അതെ, ശർക്കരേദ്യമാണ് പ്രധാനം. ആദ്യം ഇങ്ങനെ ശർക്കരേദ്യമാണ് പ്രധാനം. ഉത്സവം മീനമാസിലാണ്. മീനമാസില് ഒരാഴ്ചത്തെ ഉത്സവമാണ്. മീനമാസില് രോഹിണി കൊടിയേറി ഉത്ര ആറാട്ടാണ്. 50 ഏക്കർ സ്ഥലമാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്താണ്, ഒരു ക്ഷേത്രത്തിൽ. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ കിഴക്ക് മാറി മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിൽ. പട്ടണ നടുവിൽ ഇതുപോലൊരു വനപ്രദേശം ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ല എന്ന് വേണം പറയാൻ. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കുറേ ഭാഗങ്ങളും രായമംഗലം പഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഉൾപ്പെടെ ഈ വനത്തിന് 4 കിലോമീറ്റർ ചുറ്റിലുള്ള പ്രദേശം ഇരിങ്ങോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 50 ഏക്കർ വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഐതിഹ്യം, ദ്വാപര യുഗത്തിലെ കൃഷ്ണാവതാര കാലഘട്ടത്തിൽ അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കുമെന്ന് അറിയാൽ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗൃഹത്തിലടച്ചു. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്നു. ഒരു നക്ഷത്രം പോലെ തിളങ്ങി നിന്നു. ആകാശത്ത് ജ്വലിച്ചു നിന്ന ആ തേജസ് ഭൂമിയിൽ ആദ്യം സ്പർശിച്ച പ്രദേശം ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തോടെ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി. ഇവിടുത്തെ ദേവി വിഗ്രഹം സ്വയംഭൂവാണെന്നാണ് കരുതപ്പെടുന്നത്. നെയ്പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്തം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. വിവാഹം, കെട്ടുനിറ, രാമായണ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല. സുഗന്ധപുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. അതുപോലെ തന്നെ കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല. താഴെ വീണ് കിടക്കുന്ന മരത്തടി പോലും മറ്റൊരാവശ്യത്തിനായി വയ്ക്കാറുമില്ല. വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ഇവിടുത്തെ പ്രധാന ദിവസം. ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും അവിവാഹിതരായ യുവാക്കൾക്ക് മംഗല സൗഖ്യവും നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം.
എല്ലാ ചൈതന്യങ്ങളും ഉൾക്കൊണ്ട് സാക്ഷാൽ പരാശക്തിയായ ദേവിയെ ദർശിച്ച് അനുഗ്രഹം നേടുവാനെത്തിയ ദേവഗണങ്ങളാണ് വൃക്ഷങ്ങളായി രൂപാന്തരപ്പെട്ട് ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ നിലകൊള്ളുന്നത്. ഈ വനഭൂമിയിലൂടെ, ഈ വൃക്ഷങ്ങളിൽ നടുവിലൂടെ ഈ ദേവിയെ ഒന്ന് തൊഴുവാനും അനുഗ്രഹം വാങ്ങുവാനും ഈ ക്ഷേത്രമൊന്ന് ദർശിക്കുവാനും എനിക്കും ഭാഗ്യമുണ്ടായി.